രാവിലെ തന്നെ രണ്ട് മക്കളെയും സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങളൊരു പോക്കാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ജൂലൈ 15 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്കുള്ള അല്ലറ ചില്ലറ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ആദ്യം ചായ മുഖ്യം ബിഗിലെന്ന് പറയുന്നത് പോലെ ആദ്യം തന്നെ ഒരു ടീ ഒക്കെ കുടിച്ച് നല്ല എനർജി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ടല്ല പോയത്, നേരെ തമിഴ്നാട്ടിലോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അങ്ങനത്തെ ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഇതിനകത്തൊരു കുഞ്ഞ് ഫാൻസി ഉണ്ടായിരുന്നു, അതിൽ കയറി നോക്കി. പക്ഷേ എനിക്ക് എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബില്ലടിക്കാനുള്ള നിപ്പായിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തു. എന്നിട്ട് ഞങ്ങളത് ഞങ്ങളുടെ വണ്ടി എടുക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. അതിനുശേഷം കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പ്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ. അതിനകത്ത് കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ എനിക്ക് കണ്ടതെല്ലാം എടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കാറിലിടാൻ വേണ്ടി ഒരു സാധനം നോക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഒരു കുഞ്ഞ് ക്യാറ്റിൻ്റെ ഒരു നല്ല ലൈറ്റൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. ഇതുപോലത്തെ ഒത്തിരി സംഭവങ്ങൾ ആ കടയിലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു സംഭവം ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് മോന് വേണ്ടി ഒരു സർപ്രൈസായിട്ട് കൊടുക്കാമല്ലോ. എൻ്റെ മൂക്കാണെങ്കിൽ പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവൾക്കും കൊടുത്തിട്ട് ഇത് മോനും കൊടുക്കാമല്ലോ. അങ്ങനെയാണ് അത് രണ്ടും സെലക്ട് ചെയ്തത് അവിടെ നിന്ന്. അതിനുശേഷം ഞാൻ ഇത് കണ്ടപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് വാച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള കുഞ്ഞു സ്റ്റഡുകൾ നോക്കി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ മക്കളുടെ കയ്യിൽ കൊടുത്തപ്പോഴത്തേക്ക് അവർ ഹാപ്പിയായി. അപ്പോൾ രണ്ടുപേരും സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ കയ്യോടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷം.